അതിരൂപതയിലെ പ്രശ്നപരിഹാരത്തെ ആശ്രയിച്ച് സഹകരണം. അതിരൂപതാ സംരക്ഷണ സമിതി. എറണാകുളം അങ്കമാലി മേജർ അതിരൂപ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത മാർ റാഫേൽ തട്ടിലിനെ ഏറെ പ്രതീക്ഷയോടെ കാണുന്നു. അദ്ദേഹം വൈദികരും ജനങ്ങളുമായി നിരന്തര സൗഹൃദം പുലർത്തുന്ന മെത്രാനാണ്. അത്തരത്തിൽ പരസ്പര സംഭാഷണത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇന്നത്തെ സാഹചര്യത്തെ യഥാർത്ഥബോധത്തോടെ കാണാനും അപഗ്രഥിക്കാനുമുള്ള കഴിവുണ്ട്. അത് സമാധാനത്തിനും ശാന്തിക്കുമായി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മാർ റാഫേൽ തട്ടിൽ ഉപകാരപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2017 മുതൽ ഭരണസാരഥ്യം കൈയാളിയിരുന്നവരിൽ ചിലർ അജപാലന ശൈലിക്ക് പകരം അധികാരത്തിന്റെ ദുഷിച്ച മനോഭാവത്തോടെ ധാർഷ്ട്യത്തിന്റെ ഭാഷയാണ് നിക്ഷിപ്ത താൽപര്യങ്ങളുടെ സംരക്ഷണത്തിനായി സ്വീകരിച്ചുകൊണ്ടിരുന്നത്. മെത്രാപ്പോലീത്തമാരായ മാർ ആലഞ്ചേരിയും മാർ താഴത്തും കാനൻ നിയമങ്ങൾ ചിലതെല്ലാം ലംഘിച്ചും സഭ ദൈവജനമാണെന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം ഉൾക്കൊള്ളാതെയും ഭരണം നടത്തി. ഭൂമി വിൽപ്പനയിലെ കോടികളുടെ നഷ്ടം അതിരൂപതയെ സാമ്പത്തികമായി തകർത്തു. 60 വർഷങ്ങളായി ദൈവജനം അർപ്പിച്ചുവന്ന ജനാഭിമുഖ കുർബാന അർപ്പണത്തെ 2021 ആഗസ്റ്റിലെ സിനഡ് നടപടിക്രമം തെറ്റിച്ചുകൊണ്ട് 50 ക്രമം കൊണ്ടുവന്നു ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. കാനോനിക സമിതികളെ പുറത്തു നിർത്തി പരിശുദ്ധ മാർപ്പാപ്പയെയും പൗരസ്ത്യ കാര്യാലയത്തെയും തെറ്റിദ്ധരിപ്പിച്ചും വളഞ്ഞ വഴിയിലൂടെയുമാണ് ഇരു മെത്രാപ്പോലീത്തമാരും ദുർഭരണം നടത്തിയത്. വൈദിക സന്യസ്ത ആത്മായ പ്രതിനിധികളുടെ ന്യായമായ പരാതികളെ സിനഡാലിറ്റി ചൈതന്യം ഉൾക്കൊണ്ട് ശ്രവിക്കുന്നതിനു പകരം സ്വേച്ഛാധിപത്യ ഭരണമാണ് ഇരുവരും കാഴ്ചവെച്ചത്. വൈദികരുടെ ഇടയിലും ഇടവകകളിലും ഭിന്നതയുണ്ടാക്കി കൽദായവൽക്കരണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഡീക്കന്മാർക്ക് പട്ടം നിഷേധിച്ചും മൈനർ സെമിനാരി അടച്ചുപൂട്ടിയും ഏതു ഹീനമാർഗവും തങ്ങളുടെ സ്വകാര്യ കഥാൽപര്യ സംരക്ഷണത്തിന് സ്വീകരിക്കുമെന്നു ഇവർ തെളിയിച്ചു. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗിച്ചും പോലീസിനെ സ്വാധീനിച്ചും ബസിലിക്ക ദേവാലയം അടച്ചുപൂട്ടി. ബസിലിക്കയിലെ അൾത്താരമേശയും അരമനയും അടിച്ചു തകർത്ത ക്രിമിനലുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ സംരക്ഷണം നൽകി. ആത്മീയമായും ഭൗതികമായും അതിരൂപത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്രകാരമുള്ള സഹനങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലായിരിക്കണം പുതിയ നേതൃത്വത്തിന്റെ ശ്രദ്ധ. ജനാഭിമുഖ കുർബാൻ നിലനിർത്താനും മൈനർ സെമിനാരി തുറക്കാനും ഡീക്കന്മാർക്കും പട്ടം കൊടുക്കാനും ബസിലിക്ക തുറക്കാനും അടിയന്തര ശ്രദ്ധയുണ്ടാകണം. ഇടയദൗത്യം ഈ ദിശയിൽ മുന്നോട്ടു കൊണ്ടുപോകുകയാണെങ്കിൽ ദൈവജനത്തിന്റെ സഹകരണം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലിനോട് കൂടെ ഉണ്ടായിരിക്കും. ഭരണം മാറിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിരൂപതയിലെ ദൈവജനത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലാണ് കാര്യം. അതിരൂപത സംരക്ഷണ സമിതി. ഫാദർ ജോസ് വൈലിക്കോടത്ത്, പി. ആർ. ഒ. അതിരൂപതാ സംരക്ഷണ സമിതി.